ഹേയ് ഗൈസ്, എല്ലാരും വാ. ഇന്നത്തെ DIYയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേയ് വെയിറ്റ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ അസിസ്റ്റന്റും ഉണ്ട്. അസിസ്റ്റന്റ് ജനയ്യ. അപ്പൊ നമുക്ക് നേരെ പരിപാടിയിലേക്ക് തുടങ്ങാം. കമോൺ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതേ ഒരു കൊട വെച്ചിട്ടാണ്. ആരും പുതിയ കൊട എടുത്ത് നശിപ്പിക്കരുത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാ ഈ കൊടയുടെ ഈ ഒരു കവറില്ലേ അതങ്ങ് അഴിച്ചു മാറ്റും. അപ്പൊ നമ്മുടെ കൊട കാണാൻ ഇതേപോലെ ഷോക്ക് അടിച്ച പരുവത്തിലായി. ഇനി കെട്ടാൻ പാകത്തിന് എന്തെങ്കിലും എടുത്ത് ചിലന്തി വല പോലെ ഉണ്ടാക്കാം. കൊടയുടെ ഫ്രെയിമിൽ ഈ ഒരു വയറൊക്കെ കെട്ടുമ്പം ഇതേപോലെ ഇരിക്കും കാണാൻ. പിന്നെ ഞാൻ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഒരു PVC പൈപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ ചെയ്യണേന്ന് ഇപ്പം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ നേരെ നഴ്സറിയിൽ പോയിട്ട് 2-3 ചെടിയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെക്കാൻ പാകത്തിന് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയും മേടിച്ചു. ഇനി ചട്ടിയിലേക്ക് മണ്ണും കല്ലും ചകിരിയും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. അസിസ്റ്റന്റ് കൂടെ തന്നെ നിൽക്കണമുണ്ടായിരുന്നേ. ഇനി ഉണ്ടാക്കി വെച്ച കൊട ചട്ടിയിൽ കുഴിച്ചിടാം. ഈ കൊട ഇങ്ങനെ നിൽക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പൊ സൈഡിൽ കൂടി 2 വയറിട്ടിട്ട് കെട്ടി കൊടുത്തു. ഇതിൽ 2 ചെടികൾ വെക്കുന്നുണ്ട്. അപ്പൊ 2 കളർ പൂക്കളും ഉണ്ടാവുമല്ലോ. അസിസ്റ്റന്റ് അവിടെ സ്വന്തമായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. എന്താ അങ്ങനെ നമ്മുടെ കൊടയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ തലയിൽ ഉദിച്ച ഐഡിയ ആണോ? അല്ല, എനിക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല. ഇതെന്റെ പേപ്പന്റെ തലയിൽ ഉദിച്ച ഐഡിയ. പിന്നെ പണ്ടെപ്പോഴോ മണി പ്ലാന്റ് വളർത്താനായിട്ട് ഞാൻ ഈ ഒരു കിളിക്കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കിളിക്കൂട് എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കട്ടെ, ഒരു ഭംഗിക്ക്. ഇനി ഇതിൽ ചെടിയൊക്കെ വളർന്ന് പന്തലിക്കട്ടെ അല്ലേ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എപ്പോഴും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ബൈ.